നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. മണലൂരിൽ 4 പേർക്ക് നേരെ ആക്രമണം. മണലൂർ കമ്പനിപ്പടിയിലെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മുരാക്കൽ വീട്ടിൽ ജോഷി, സഹോദരൻ ജോജു, സഹോദരി ജ്യോതി, ജോഷിയുടെ മകൾ ആർദ്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പ്രദേശത്തെ വിഷുപ്പൂരവുമായി ബന്ധപ്പെട്ട് ദേശക്കാരുടെ പൂരം കാണാൻ വീടിന് മുൻപിൽ നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. വീടിന് മുൻപിൽ കിടന്നിരുന്ന ഓട്ടോറിക്ഷയെ മറികടന്ന് ബൈക്കിൽ പോയ സംഘം തിരികെയെത്തി ആക്രമിക്കുകയായിരുന്നു. ബൈക്കിലും നടന്നും ആയെത്തിയ 10-ലധികം വരുന്ന ആളുകളാണ് ഇവരെ ആക്രമിച്ചത്. ഇടിക്കട്ടയും കമ്പിവടിയും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പഴുവിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഇടവകപ്പള്ളിയിലും വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാന നടന്നു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറാന വികാരി റവറൻ ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി. നെഹ്റു നഗർ ക്രിസ്തുരാജ് ഭവൻ സുപ്പീരിയർ ഫാദർ ലിജോ ഐക്കരത്താഴെ തിരുനാൾ സന്ദേശം നൽകി. അടിമസമർപ്പണം കാലത്ത് നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഊട്ടമുണ്ടായിരുന്നു. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചിറക്കേക്കോട് വികാരി ഫാദർ ഡോക്ടർ വർഗീസ് ഊക്കൻ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇടവകപ്പള്ളിയിൽ സമാപിച്ചു. പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. ഫൊറാന വികാരി ഫാദർ ഡോക്ടർ വിൻസെൻ്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യഭവനം എന്ന പദ്ധതി പ്രകാരം പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 15ാം വർഷവും വിഷുസദ്യയുമായി കരയാവട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രവർത്തകർ വലപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ നിത്യവും നൽകി വരുന്ന അന്നദാനത്തിൻ്റെ ഭാഗമായാണ് വിശേഷാൽ ദിവസങ്ങളിൽ സദ്യ നൽകുന്നത്. ഡോക്ടർ റഹീന ഉദ്ഘാടനം നിർവഹിച്ചു. സേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ് പ്രദീപ് മുതിരപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഗിരീഷ് സി, അനിൽ പഴൂർ, സജീഷ് കെ ഡി എന്നിവർ സംസാരിച്ചു. വിഷ്ണു പവിത്രൻ, അഖിൽ കെ എ, നിഖിൽ മുറ്റിച്ചൂർ, അക്ഷയ്, ഹരീഷ് ശാന്തി, ശ്രീരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം തട്ടുകട സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം അരയംപറമ്പിൽ ധന്യ രഞ്ജിത്തിൻ്റെ ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന തട്ടുകടയാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. വിഷുദിനമായ ഞായറാഴ്ച പുലർച്ചെ 1:30-നാണ് സംഭവം. അതുവഴി വന്ന യാത്രക്കാരാണ് ധന്യയെയും വീട്ടുകാരെയും തീ കത്തുന്നത് കണ്ട് വിവരമറിയിച്ചത്. നാട്ടിക ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. കടയിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, സ്റ്റൗ, ഗ്യാസ് സിലിണ്ടർ അടക്കം കത്തിനശിച്ചു. 70,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ധന്യ പറഞ്ഞു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം കടയുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ CCTV പരിശോധിച്ചപ്പോൾ സ്കൂട്ടറിലെത്തിയ ഒരാൾ സീറ്റ് തുറന്ന് അതിൽ നിന്നും പെട്രോൾ നിറച്ച കുപ്പിയെടുത്ത് കടയുടെ അടുത്തേക്ക് പോകുന്നതും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും ക്യാമറ ദൃശ്യത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം വർണ്ണാഭമായി. കാഞ്ഞാണി വടക്കുകരയുടെ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. 11 കരകളിൽ നിന്നുള്ള ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് കാണികൾക്ക് ആവേശമായി. ശിങ്കാരിമേളം, തമ്പോല, മേളം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ കരകളിലെ എഴുന്നള്ളിപ്പിന് മാറ്റേകി. വൈകിട്ട് 6:30 മുതൽ 7 വരെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെയും പഴുവിൽ രഘുമാരാരുടെയും പ്രാമാണികത്വത്തിൽ 101 കലാകാരന്മാർ ചെണ്ട മേളപ്പെരുക്കത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കി. രാവിലെ 9:30-ക്ക് ശീവേലിയോടുകൂടി ചരിത്രപ്രസിദ്ധമായ വിഷുപ്പൂര മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിടമ്പേറ്റുന്ന കരയ്ക്ക് നൽകി വരുന്ന പൂവശ്ശേരി കുമാരൻ മെമ്മോറിയൽ ത്രിവത്സര റോളിംഗ് ട്രോഫിയും
കാഞ്ഞാണി വടക്കുകരയ്ക്ക് സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി നൽകി പാലാഴിക്കരയുടെ ക്യാഷ് അവാർഡും ഉണ്ടായിരുന്നു. തുടർന്ന് വർണ്ണമഴയും അരങ്ങേറി. 15-ന് പുലർച്ചെ 5 മണിക്ക് 10 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പോടുകൂടി ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് സമാപനം കുറിച്ചു. പരിപാടികൾക്ക് സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, ക്ഷേത്ര സെക്രട്ടറി രതീഷ് കൂനത്ത്, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി, വൈസ് ചെയർമാൻമാരായ ഗോപി കോരത്ത്, ധനേഷ് മടത്തിപ്പറമ്പിൽ, സംരക്ഷണ സമിതി ട്രഷറർ സുനിൽകുമാർ, മറ്റു ഡയറക്ടർമാർ, മാതൃസമിതി, മറ്റു സബ് കമ്മിറ്റികൾ എന്നിവർ നേതൃത്വം നൽകി. LDFിൻ്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ കിഴക്കേനട പൈനൂരിൽ അംബേദ്കർ ദിനാചരണം നടത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. താന്യം തെക്ക് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MP മുകേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ്, KP സന്ദീപ്, NA പീതാംബരൻ, സുരേഷ് AK, അനിൽകുമാർ, പ്രദീപ്, വാർഡ് മെമ്പർ രഹന പ്രജു എന്നിവർ സംസാരിച്ചു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കറെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നതിനും ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മുടെ രാജ്യം 1947-ൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെയുള്ള ഒരു രാജ്യം ഇന്ന് വരെ നിലനിന്നു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് നമ്മളുണ്ടാക്കിയ നമ്മുടെ ഭരണഘടനയാണ്. BR അംബേദ്കറെ പറ്റി പല വിശേഷണങ്ങളും നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തെ പ്രധാനമായിട്ടും നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി എന്നുള്ളതാണ്. താന്യമുട്ടിക്കലിൽ LDF കുടുംബയോഗം ചേർന്നു. സിനിമാ താരം ഇർഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. MV മുകേഷ് അധ്യക്ഷത വഹിച്ചു. KP സന്ദീപ്, NA പീതാംബരൻ, അഡ്വക്കേറ്റ് PR ഷിനോയ്, സുരേഷ്, AK അനിൽകുമാർ, ബഷീർ കക്കാട്ടുത്തറ, സതി ജയചന്ദ്രൻ, അനന്തു, മുൻ വാർഡ് മെമ്പർ വിനു, പ്രദീപ്, സീനത്ത് മുഹമ്മദ് അലി, രഹന പ്രജു എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.